പണ്ടൊക്കെ നമ്മള് കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ നമുക്ക് എന്ത് റെസ്പെക്റ്റ് ആയിരുന്നു അല്ലെ. നമ്മളൊരു മാതാപിതാ ഗുരു ദൈവം സ്റ്റൈലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലെ. നമ്മളുടെ ടീച്ചേഴ്സാണ് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഭയങ്കര ബഹുമാനത്തോടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ. കാരണം നമുക്ക് അന്ന് നമ്മുടെ അറിവുകളൊക്കെ കിട്ടാനായിട്ട് വേറെ സോഴ്സുകളൊന്നുമില്ല. ഇത്ര ഗൂഗിൾ സെർച്ചോ കാര്യങ്ങളൊക്കെ അത്ര ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ പോലുള്ള ChatGPT-യോ കോപ്പൈലറ്റോ ജെമിനിയോ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മളുടെ ടീച്ചേഴ്സ് ആയിരുന്നു ഏറ്റവും വലുത്. അവരെന്ത് പറയുന്നു, അവരുടെ വായിൽ നിന്ന് എന്ത് വരുന്നു, അതെല്ലാം നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ടീച്ചേഴ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ്. പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികള് വലിയ റെസ്പെക്റ്റ് ഒന്നും നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ അല്ലെ ഇങ്ങനെ എന്നൊക്കെ വിലപിക്കുന്ന ടീച്ചേഴ്സിനെ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവ് കിട്ടാൻ ഒരു ടീച്ചറിന്റെ ആവശ്യമില്ല. അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് സോഴ്സുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് വെച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, കോപ്പൈലറ്റ് ഉണ്ട്, ജെമിനി ഉണ്ട്, അല്ലെങ്കിൽ ChatGPT ഉണ്ട്, ഗൂഗിൾ സെർച്ച് ഉണ്ട്. ഇഷ്ടംപോലെ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വേണ്ടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കുട്ടികളുടെയൊക്കെ ഇടയിൽ ഒരു സാധനം കിട്ടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസിന് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം ഇമോഷണൽ സപ്പോർട്ട്. ആ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനും പറ്റില്ല. നമുക്ക് മാത്രമേ പറ്റുള്ളൂ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടല്ലോ, ചുമ്മാ ലെക്ചർ അടിച്ച് കുട്ടികൾക്ക് കുറെ അറിവ് മാത്രം പകർന്നു കൊടുത്ത് അങ്ങനെ അത് അവർക്ക് ആവശ്യമില്ല, എന്നാ പകർന്നു കൊടുക്കുകയും വേണം. അതിനേക്കാളൊക്കെ എളുപ്പത്തില് നമുക്ക് ആ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് കൊടുക്കുക. ഇടയ്ക്കെങ്കിലും മക്കളെ നിങ്ങൾ ഓക്കെ അല്ലേ ഈ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഓക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് സുഖമല്ലേ സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ച് അവരിലൊരാളായി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, നമ്മള് അധ്യാപകർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ അല്ലെങ്കിൽ 90s 80s കോൺസെപ്റ്റുകള് ഇന്നത്തെ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്നത്തെ കുട്ടികളെ അറിയുകയും അവർക്ക് എന്താണ് വേണ്ടതെന്നനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്യുന്നതല്ലേ ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്.